ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. അപ്പം നമ്മൾ ക്യാബേജ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തരം നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. ആ സവാളയും നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും 2 പച്ചമുളകുമാണ്. അതും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മലയിലയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മസാല പൗഡറാണ് ചേർക്കുന്നത്, ഗരം മസാല. അതോടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്, അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെവടി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഞെവിടണേ, വെള്ളമായി ഒന്നും വേണ്ട. അതിൽ ആ മുട്ടയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു വെള്ളമായി ഉണ്ടാവും. നമുക്കിത് ചായ തിളപ്പിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുകൊണ്ട് നമ്മൾ ചായയും കൂടെ അതിന് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മുടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഷേപ്പ് ആക്കണമെങ്കിൽ ഷേപ്പ് ആക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ചായ തിളയ്ക്കേണ്ട സമയം മതി എന്നതുകൊണ്ട് നമ്മൾ ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. അടുത്ത വശവും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിട്ടത് ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചായ തിളയ്ക്കുന്ന അത്രയും സമയത്തിൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്, ഒത്തിരി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ളതും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അതപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇത് ഓയിലൊന്നും അധികം പിടിക്കാത്ത ഇതാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്കൊന്നും ഓയിലാവത്തില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തി അതിലേക്ക് ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ ടേസ്റ്റ് ഉള്ളതുമായ നമ്മുടെ ക്യാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മുടെ ചായയുടെ തിളപ്പിക്കുന്ന അത്ര സമയം മതി. അപ്പം നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.